കുറച്ച് ദിവസം മുമ്പേ നമ്മളൊരു മറ്റു വേറൊരു ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മുടി ഡൈ ചെയ്യാൻ പെട്ടെന്ന് ഹെന്ന ഇടുന്ന ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, മുടി ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പറഞ്ഞാൽ നമ്മൾ തലേ ദിവസം ഹെന്ന കലക്കി വെക്കുകയൊന്നും വേണ്ട, ഒരു നമ്മൾ ചെയ്യുന്ന ദിവസം തന്നെ അത് തേച്ച് വെക്കുക, അന്ന് തന്നെ നീലാമരിപ്പൊടി ഇടുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ പൊതുവെക്ക് അങ്ങനത്തെ ഹെന്ന ഇടുന്നതിനോട് എനിക്ക് ഒരു മടിയുള്ള കാര്യം കേട്ടോ, തലേ ദിവസം നമ്മൾ കൂട്ടിയൊക്കെ വേണ്ടേ. അപ്പോൾ അതിന് ഞാൻ മടിയുള്ള ഒരാളാണ്. അപ്പോൾ എന്തായാലും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് തോന്നി ആ സംഭവം ഒരു ദിവസത്തെ പരിപാടിയല്ല, ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പ് ഉള്ളത്. അപ്പോൾ കുറ്റം പറയല്ല കേട്ടോ, കാര്യം എന്താ വെച്ചാൽ ഓരോ പ്രൊഡക്റ്റ് അല്ല ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ പലവരുടെ നാട്ടിലും പല പ്രൊഡക്റ്റ് അതുപോലെ കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നൊക്കെ ആവണം. നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അന്വേഷിച്ചാൽ കിട്ടിക്കൊള്ളണമെന്നുണ്ടാവില്ല. മോട്ടോർ ഓഫ് ആക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്തിട്ട് ഉള്ള റിസൾട്ട് നിങ്ങളൊന്ന് കാണി. നമ്മളെ നാട്ടിൽ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള സംഭവം കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിട്ടോ. ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇതാക്കണോ ഒരു ബ്രഷൊക്കെ എടുത്തിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കാര്യം എന്താ വെച്ചാൽ നമുക്കൊന്ന് മുടി ഒന്ന് കറുപ്പിക്കാം. അപ്പോൾ മുടി കറുപ്പിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാതെ ഒന്നുമില്ല. ഞാൻ ഈ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ ഭയങ്കര മടിയാണ്. എന്താ ഒന്നാമത് മടി എന്താ വെച്ചാൽ ഇതൊക്കെ തലേ ദിവസം കൂട്ടി വെക്കണം. ചായപ്പൊടി വെള്ളം, കോഴിമുട്ടേൻ്റെ വെള്ളിയൊക്കെ പാടെ കൂട്ടിയാണ്ടൊക്കെ ഇട്ട് പിന്നെ പിറ്റേ ദിവസം വരെ നമുക്ക് ക്ഷമ വേണം. തേച്ച് പിന്നെ കുറേ നേരം ഒക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ഹെന്ന ഇടുന്ന കാര്യം. അപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. ഞാൻ മുടി കറുപ്പിക്കൽ സാധാരണയായിട്ട് നമ്മളെ കെമിക്കലായിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ, അങ്ങനെ രണ്ട് ക്രീമൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ മൈലാഞ്ചിപ്പൊടിയും പിന്നെ നീലാമരിപ്പൊടിയും വെച്ചിട്ട് നല്ല നാച്ചുറലായിട്ട് മുടി കറുപ്പിക്കാം ഒറ്റ ദിവസത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു. അപ്പോൾ എനിക്ക് തോന്നി അതുപോലെയൊക്കെ ഒന്ന് ചെയ്താൽ എന്താ, സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ നാളെ നമുക്കൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അപ്പോഴേക്കും മുടിയൊക്കെ ഒന്ന് കറുപ്പിച്ച് നല്ല സുന്ദരിയാവാന്നുള്ള രീതിക്കാണ് ഞാൻ ഇതിനൊരുങ്ങുന്നത്. ഡേഞ്ചറാസിൻ്റെ ഹെന്ന പൗഡറാണ്. നമ്മൾ എന്താണ് നീലാമരീൻ്റെ ഒരു പൊടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറച്ച് ദിവസമായി കൊണ്ടുവന്നതൊന്നും പൊട്ടിച്ചിട്ട് തന്നെ അല്ലേ, കണ്ടോ, പൊട്ടിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. മടി കാരണം ഞാനതവിടെ വെച്ചതായിരുന്നു. അപ്പം എന്നാലും നമുക്ക് ആൾ പറയണ പോലെ ഒന്നും ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് മുടി അധികം ഫുള്ളായിട്ടൊന്നും പിന്നെ വെള്ള കളർ ആയിട്ടില്ല, നിര വന്നിട്ടില്ല. ഈ ഫ്രണ്ട് ഭാഗം മാത്രം കുറച്ച് നിരണ്ട്. എനിക്ക് തോന്നുന്നത് എന്താ, ഇത് കണ്ടോ, ഈ കുറ്റിയിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒന്നുമില്ല, ഇവിടെ മുന്നിൽ മാത്രം മനുഷ്യന്മാർ കാണുന്ന ഭാഗത്ത് മാത്രം കുറച്ച് നേരം ഉണ്ടായതാണിത്. അപ്പോൾ ഇത് നേരം ഉണ്ടാവാൻ കാരണം എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, നമ്മൾ സിന്ദൂരം ഇടൂലേ പൊടി. അപ്പോൾ ഞാൻ ഈ സാധാരണ നമ്മളിവിടെ ഒക്കെ പൂരൊക്കെ നടക്കുന്ന സമയത്ത് ഉത്സവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകും ഈ കളറിൻ്റെ പൊടികളുണ്ടാവും. അപ്പോൾ നമ്മൾ സിന്ദൂരം എന്ന് പറഞ്ഞ സാധനം തന്നെയാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാകാം. അതാണ് കേട്ടോ തേച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം എനിക്ക് തോന്നലാണ് കേട്ടോ, എത്രത്തോളം സത്യമാണോ വാസ്തവമാണോ എനിക്ക് അറിയില്ല. എൻ്റെ ഒരു തോന്നൽ ചിലപ്പോൾ അത് ക്വാളിറ്റി കുറഞ്ഞ പൊടിയൊക്കെ ആയിരിക്കും, അതിൽ വല്ല കെമിക്കലും എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമ്മളത് ഇവിടെ ഇടുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ നിറച്ചതാവാനാണ് സാധ്യത. അല്ല ചെങ്കിൽ പിന്നെ എല്ലാ ഭാഗത്തും നിറയ്ക്കണ്ടേ, ഇതില്ലല്ലോ, ഇത് ഇടുന്ന ഭാഗത്ത് മാത്രം നിര വന്നപ്പോൾ എൻ്റെ ഒരു തോന്നലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഏതായാലും വീഡിയോ കണ്ട പോലെ ഒരു ഹെന്ന പൗഡറും പിന്നെ എന്താണ് നമ്മളെ എന്താ എൻ്റെ പേര് നീലാമരിപ്പൊടിയും കൂടി ഇതാട്ടോ, രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് തേക്കുകയല്ല ചെയ്യുന്നത്. ആദ്യം ഹെന്ന ഇത്തിരി കലക്കിയിട്ട് അത് തലയിൽ തേക്കുക, 1 മണിക്കൂർ വെക്കുക. അതിന് ശേഷം കഴുകി കളഞ്ഞുണങ്ങിയതിന് ശേഷം പിന്നെ നമ്മളെ നീലാമരിപ്പൊടി ഇടലാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മളെ പരിപാടിയൊക്കെ കഴിയും. അപ്പോൾ ഞാനിതാ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഈ വക കാര്യങ്ങൾക്കൊക്കെ വളരെ ബെസ്റ്റായിട്ടുണ്ടാവുക. അപ്പോൾ അതാക്കണം ഞാൻ കുറഞ്ഞൊരളവിൽ ഉണ്ടാക്കണുള്ളൂ, അത്രയ്ക്ക് മുടി നമുക്ക് കറുപ്പിച്ച് എടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതാക്കണം ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഹെന്ന പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം 10 മിനിറ്റ് അവിടെ മാറ്റിയും കൂടി വെക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് നല്ല ഫലം കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്ന എന്താ മൈലാഞ്ചിപ്പൊടിയും അല്ലെങ്കിൽ നീലാമരിപ്പൊടിയും ഒക്കെ ബ്രാൻഡിന് മാറ്റം കേട്ടോ. നമ്മളിവിടെ സാധാരണ കിട്ടുന്ന സംഭവങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഞാൻ മുമ്പ് വാങ്ങിച്ചതാണല്ലോ, ബ്രാൻഡൊന്നും പ്രത്യേകിച്ച് അന്വേഷിച്ച് അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നൊന്നും ഞാൻ തപ്പാലും തരാനൊന്നും നിന്നിട്ടില്ല. നമ്മളെ വീട്ടിൽ ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്ന സംഭവം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതാക്കണം മുന്നത്തെ ഭാഗം മുടികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടോ, ഈ ഭാഗത്ത് മാത്രമേ നിര വന്നിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ മാത്രം നമുക്ക് കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഹെന്നയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ നിൽക്കുമ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയോ, മുടി ചിലപ്പോൾ കറുത്തോളണമെന്നില്ല, ബാക്കിയുള്ളവരൊക്കെ നല്ല ചുവപ്പും കറുപ്പൊക്കെ ആയിട്ട് നിൽക്കുമല്ലേ, നമ്മളെ നെറ്റിയമ്മലും കയ്യമ്മലും ആകെ. അപ്പോൾ ഞാൻ ആദ്യം ബ്രഷ് എടുത്തെങ്കിലും കൂടിയിട്ട് പിന്നെ എനിക്ക് അതത്ര ഒരു സുഖമായിട്ട് തോന്നണം കേട്ടോ. എല്ലാവരും നല്ലത് കൈകൊണ്ടത് വാരി പൊത്തുക തോന്നിയതിന് ശേഷം ഞാൻ ആ ബ്രഷ് അവിടെ ഇട്ടിട്ട് നമ്മളെ കൈകൊണ്ട് തന്നെ ഞാൻ പണി തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ അതാ 1 മണിക്കൂറൊക്കെ ആയിരുന്നു കേട്ടോ. ഇനി ഞാൻ ഈ ക്ലിപ്പ് കൊണ്ട് അയച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇതൊന്ന് ക്ലീനാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ ഞാൻ കഴുകി തലക്ക് തോർത്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മൈലാഞ്ചിപ്പൊടി ഇട്ടിട്ടുള്ള അവസ്ഥ. വലിയൊരു കളർ മാറ്റം എന്ന് പറയാൻ ആയിട്ടില്ല കേട്ടോ. ചെറിയൊരു ലൈറ്റ് മഞ്ഞ കളറായിട്ടേ തോന്നുന്നുള്ളൂ. എന്നാലും വെള്ള കളറൊക്കെ അടിയിലൊക്കെ കുറേശ്ശൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത്ര കണ്ട് പെർഫെക്റ്റ് അല്ല സംഭവം. ഇനി നമുക്കിതാ ഞാൻ എന്താണ് നമ്മളെ നീലമരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു ചീനച്ചട്ടിക്ക് ആ ചീനച്ചട്ടീനെ ഇട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടി ഇത്തിരി ചെറിയ ചൂടുള്ള വെള്ളമാണ്, പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടിയും വേണം. അത് രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതാക്കണോ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ നീലാമ്പരിപ്പൊടി തേച്ച് കൊടുക്കാം. എന്താവും അറിയാനുള്ള ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഇപ്പം ഇത് ചെയ്യണത്. സാധാരണ അത് തേച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യുമ്മലും മുഖത്തൊക്കെ ആവണത് മെച്ചം. മുടിയിൽ വേണ്ടത്രട്ട് പിടിക്കലും ഇല്ല കേട്ടോ. അത് നമ്മളെ ചേച്ചീൻ്റെ വിശ്വാസം കൊണ്ട് ചെയ്യുന്നതാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ കേട്ടോ. അങ്ങനെ നമ്മളെ തലയിൽ എന്നെ അങ്ങനെ ഇടാറുണ്ടായിരുന്നു മുമ്പൊക്കെ. പാക്കുകളൊക്കെ അങ്ങനെ ചെയ്യുന്നല്ലാതെ ഞാൻ അങ്ങനത്തെ തലേദിവസം കൂട്ടിയാക്കിയാലും പിറ്റേ ദിവസം പൊത്തിയാക്കിയാലൊന്നും ഉണ്ടാവാറില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരാൾ ചെയ്ത് തരുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം കിട്ടുള്ളൂ. മുടിയൊക്കെ ഒന്ന് കറുപ്പിച്ച് തരിക അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ. 1 മണിക്കൂറിന് ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ കാട്ടിത്തരാം കേട്ടോ. നോക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ ചട്ടിയൊക്കെ കുറച്ചും കൂടി തുടച്ചും പിടിച്ചൊക്കെ എടുക്കാനായിട്ട് നമ്മളെ ചിന്നോട്ടി നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹായ് പറഞ്ഞാ. ഹായ്. അപ്പോൾ അതാ വീണ്ടും ഞാൻ 1 മണിക്കൂർ നമ്മളെ നീലാമ്പരി പൊടി തലയിൽ തേച്ചിട്ട് ഇരുന്നതിന് ശേഷം ഇതാ ഞാൻ വന്നിട്ടുണ്ട്. നമ്മുടെ മുടിയൊക്കെ എന്തായിന്ന് നോക്കാം. മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയാണ്. എനിക്കത് ഒരു ശരിയായിട്ടില്ല കേട്ടോ. അപ്പോൾ അത്ര സമയം ഞാൻ ചെയ്തത് മുഴുവൻ വേസ്റ്റ് ആയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ എൻ്റെ ഡൈൻ്റെ സാധനം എടുക്കേണ്ട അവസ്ഥയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ചേച്ചി പറഞ്ഞ പോലെ ചേച്ചീൻ്റെ പ്രൊഡക്റ്റ് അല്ല ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഞാൻ ഇവിടെ കിട്ടുന്ന സംഭവമാണ് തേച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിത് കേട്ടിട്ടില്ല. പെട്ടെന്ന് ചെയ്യുന്ന പണി കണ്ടോ, പെട്ടെന്ന് ആവുമെന്ന് കരുതിയിട്ട് ഞാൻ തേച്ചതായിരുന്നു. ഒരു മാറ്റമില്ല കേട്ടോ, ഒന്നും ആയിട്ടില്ല. ഈ ഹെന്ന പൗഡറിൻ്റെ കുഴപ്പമാണെന്ന് വിചാരിക്കണോ. ചേച്ചി ഒന്ന് ലൈവായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല ചെയ്ത് കാട്ടി തന്നപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്കത് ശരിയായിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇനി എൻ്റെ സ്വന്തം ഡൈൻ്റെ ഒരു ഇതുണ്ട്, അത് ഞാൻ ചെയ്യും. എന്നിട്ട് വേണമെങ്കിൽ നാളെ പരിപാടിക്ക് പോകാൻ ഈ വെള്ളം വെച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ബൈ.